എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NIOS 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള +2 വിദ്യാർത്ഥികൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിസൾട്ട് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഇനി ആരെങ്കിലും നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ റിസൾട്ട് പരിശോധിക്കാനുള്ള ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്, മിസ് നമ്മുടെ NIOSന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ്? A ഉണ്ടോ, A+ ഉണ്ടോ, അതോ B+ ഉണ്ടോ, B ഉണ്ടോ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ളത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടെ സംശയം എന്ന് പറയുന്നത് ഇതിൻ്റെ ശതമാനക്കണക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ മറ്റു ബോർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് NIOSൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, മിസ്സേ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് A+ ആണോ വരുന്നത് അതോ A ആണോ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് NIOSൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് മാർക്കും അതുപോലെ തന്നെ പെർസെൻറ്റേജുമാണ് കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കുന്നത്. അതല്ലാതെ ഗ്രേഡിംഗ് സിസ്റ്റം നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ വരുന്നില്ല. അതായത് A+ഓ Aയോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ല. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ NIOSന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് 91 മുതൽ 100 വരെയുള്ള, അതായത് 91 തൊട്ട് 100 വരെയുള്ള മാർക്കുകളുടെ ഇടയിൽ വരുന്ന മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡാണ് കിട്ടുന്നത് കേട്ടോ. അതായത് 91 മുതൽ അതിൽ 92ഓ 93ഓ അങ്ങനെ 91 മുതൽ 100 വരെയുള്ള മാർക്കിനിടയിലുള്ള ഒരു മാർക്കാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്തായിരിക്കും? A ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് മാർക്ക് 81 മുതൽ 90 വരെയുള്ള മാർക്ക്, അതായത് 81ഓ 82ഓ 83ഓ അങ്ങനെ 81 മുതൽ 90 വരെയുള്ള മാർക്കിനിടയിൽ ഏതെങ്കിലും മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് ഏതായിരിക്കും? B ഗ്രേഡാണ് കേട്ടോ, B ഗ്രേഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും A+, A എന്നൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. A കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ B ഗ്രേഡാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് അടുത്തത് വരുന്നത് 71 മുതലാണ്. ഓക്കെ, 71 മുതൽ 80 വരെയുള്ള മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡാണ് C ഗ്രേഡ്. ഓക്കെ, C ഗ്രേഡാണ് 71 മുതൽ 80 വരെയുള്ള മാർക്കുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് 61 മുതൽ 70 വരെയുള്ള മാർക്ക്, അതായത് 61 തൊട്ട് 70 വരെയുള്ള മാർക്കുകളുടെ ഇടയിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് D ഗ്രേഡാണ്. എന്ന് വെച്ചാൽ ഇത് ഫെയിലായി എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ല കേട്ടോ. D ഗ്രേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 51 മുതൽ, അടുത്തത് 51 മുതൽ നമുക്ക് 60 വരെ, അതായത് 51 തൊട്ട് 60 വരെയുള്ള മാർക്കിനിടയിലുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്താണ്? E ഗ്രേഡാണ്. ഓക്കെ, ഈ ഗ്രേഡ് കിട്ടിയാലും പാസ്സാണ് അല്ലേ. ഇനി അതിനുശേഷം നമുക്ക് വരുന്നത് F ഗ്രേഡാണ്. F ഗ്രേഡ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 41 തൊട്ട് 50 വരെയുള്ള മാർക്കുകൾ ലഭിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രേഡ് F ആണ്. ഓക്കെ, ഗ്രേഡ് Fഉം എന്താണ്? ഫെയിലായെന്നുള്ള അർത്ഥമാക്കുന്നത് പാസ് തന്നെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. 41 മുതൽ 50 വരെയുള്ള മാർക്കുകളുടെ ഇടയിൽ 41 തൊട്ട് ഏതെങ്കിലും മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്തായിരിക്കും? F ഗ്രേഡ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് 33 മുതൽ, അതായത് 33 തൊട്ട് 40 വരെയുള്ള മാർക്ക്, 33 മുതൽ 40 വരെയുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് G ഗ്രേഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ NIOSന്റെ എന്താണ്? ജസ്റ്റ് പാസ് എന്ന് കാണിക്കുന്ന ഗ്രേഡ്. ഇപ്പോൾ G ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
ഫെയിൽ എന്ന് കാണിക്കുന്ന എന്തായിരിക്കും? ഇ ഗ്രേഡ് ആണ് അല്ലേ? അതായത് നമ്മൾ ജസ്റ്റ് പാസ് ആണെങ്കിൽ D+ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ NIOSന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് G ആണ്, ജസ്റ്റ് പാസ്. നമുക്കറിയാം 33 മാർക്ക് മതിയല്ലോ നമുക്ക് NIOSൽ പാസ് ആവാനായിട്ട്. അപ്പോൾ ആ 33 മുതൽ 40 വരെയുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന ഗ്രേഡ് എന്തായിരിക്കും? G ഗ്രേഡ്. അതായത് നിങ്ങൾ ജസ്റ്റ് പാസ് ആണെന്നുള്ളത് കാണിക്കുന്നതിനുള്ള ഗ്രേഡാണ് കേട്ടോ. ഇനി നിങ്ങൾ ഫെയിൽ വരുമ്പോഴാണ്, അതായത് 16 തൊട്ട് ഒരു 32, ഇത് ഫെയിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള മാർക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ H ആയിരിക്കും വരുന്നത്. ഇനി ഇതിന് താഴെയുള്ള മാർക്ക് കിട്ടുകയാണെങ്കിലോ, അതായത് 0 തൊട്ട് ഒരു 15 വരെയുള്ള മാർക്കുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് ഏതാ? I ആണ് കേട്ടോ, I. അപ്പോൾ ഇവിടെ നമ്മുടെ NIOSൽ H ഗ്രേഡും I ഗ്രേഡുമാണ് എന്ത്? ഫെയിൽ എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ തോറ്റു എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്ന ഗ്രേഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഗ്രേഡ് A, B, C, D, E, F, G വരെയുള്ള ഗ്രേഡുകളാണ്. G എന്താണ്? ജസ്റ്റ് പാസ് കാണിക്കാനായിട്ടുള്ളത്. ഓക്കെ, അത്രയും ഗ്രേഡുകളാണ് നമുക്ക് കറക്റ്റ് പാസ് എന്നുള്ള രീതിയിൽ വരുന്നത്. Hഉം Iയും എന്താണ്? ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് Hഉം Iയും ഗ്രേഡുകൾ വരുന്നത്. അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് അറിയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു തന്നത്. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നു, ഇനി നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? ആ സർട്ടിഫിക്കറ്റ്സിലായിരിക്കും ഈ ഒരു ഗ്രേഡ് സിസ്റ്റം വരുന്നത് കേട്ടോ, ഗ്രേഡ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ രീതിയിലായിരിക്കും ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഇനി നിങ്ങളുടെ പെർസെൻറ്റേജ്, ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് എങ്ങനെയാണ് ശതമാനം നോക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചത്? ഇപ്പോൾ ചിലർ എത്രയായിരിക്കും? 5 സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കും ഇല്ലേ? ചിലരെന്തായിരിക്കും? 6 സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടാവും. ചിലരെന്താ? 7 സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുമ്പോൾ എത്ര സബ്ജക്റ്റാണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നോക്കാനായിട്ട്. ഇപ്പോൾ 5 സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? 500ലാണ് നിങ്ങൾ മാർക്ക് നോക്കേണ്ടത്. ഇനി നിങ്ങൾ 6 സബ്ജക്റ്റ് ചൂസ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ 600 വേണം മാർക്ക് നോക്കാൻ. 7 ആണെങ്കിലോ 700 വേണം നോക്കാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു എത്രയാണ്, ഞാൻ 5 സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ്? 500ലാണ് ഞാൻ നോക്കേണ്ടത്. ഓക്കെ, 500ൽ എനിക്കിപ്പോൾ ഒരു എത്രയാണ്? 483 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ടോട്ടലാണ് കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടലിൽ വന്നിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ തിയറിക്ക് മാത്രം എഴുതിയിരിക്കുന്നത് TMAയുടെ മാത്രം അങ്ങനെ നോക്കാൻ പോവല്ല. തിയറി പ്ലസ് TMA നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇത്രയും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിൽ വന്നിരിക്കുന്ന കോളത്തിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്കുകൾ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഞാൻ പറയുകയാണ് 453 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ടോട്ടൽ നിങ്ങൾ 5 സബ്ജക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ 500ൽ 453. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഈ 453നെ 500 കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ശതമാനം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റുകളുടെ പെർസെൻറ്റേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി നിങ്ങൾ 6 സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? 600ൽ വേണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ 600ൽ ഒരു 700 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 700നെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടും. എത്ര പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ചില വിദ്യാർത്ഥി ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രാക്ടിക്കലൊക്കെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ ആ ഒരു സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ചില അഡ്മിഷൻ്റെ ഒക്കെ വരുമ്പോഴത്തേനും അങ്ങനെ വരും അല്ലേ? നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകളുടെ മാർക്ക് മാത്രം നോക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഇത്ര ശതമാനം വേണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ 3 സബ്ജക്റ്റ് ആകുമ്പോഴത്തേനും അത് ടോട്ടൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്കിനെ അതിൻ്റെ ഫുൾ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ അത് 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ NIOSന്റെ ഗ്രേഡിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഗ്രേഡിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ പെർസെൻറ്റേജ് വരത്തില്ല, കാരണം നിങ്ങളെല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ 5 സബ്ജക്റ്റ് ആവാം, ചിലപ്പോൾ 6 സബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ 7 സബ്ജക്റ്റ് ആവാം അല്ലേ? അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, PSC എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിനങ്ങളിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോവാം, സംശയങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.